ചില ക്രിസ്മസ് ചിന്തകൾ. 3. ക്രിസ്മസിൻ്റെ ചരിത്രപരത. ക്രിസ്മസ് ഒരു മിത്തല്ല, ചരിത്രത്തിൽ ഉറച്ച വേരുകളുള്ള യാഥാർത്ഥ്യമാണ്. ഇതൊരു മിത്താണെന്ന് സ്ഥാപിക്കാൻ കഠിനാധ്വാനം ചെയ്തവരെല്ലാം പരാജയപ്പെട്ടിട്ടേയുള്ളൂ. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ യേശു ചരിതം ചരിത്രാധിഷ്ഠിതമാണെന്ന് സ്ഥാപിക്കാനുള്ള പരിശ്രമം കാണാം. റോമൻ ചക്രവർത്തിയായ അഗസ്റ്റസ് സീസറിൻ്റെ കാലത്താണ് ബേതലഹേമിൽ യേശു ജനിച്ചതെന്ന് ലൂക്ക പ്രസ്താവിക്കുന്നുണ്ട്. ജനഗണനയ്ക്കായി ജോസഫും മറിയവും ബേതലഹേമിലേക്ക് പോകുന്ന സമയത്ത് സിറിയയിൽ ഭരിച്ചിരുന്ന ഗവർണർ ക്വിരിനിയോസ് ആയിരുന്നെന്നും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്ന സമയത്തെ റോമൻ ചക്രവർത്തിയും യൂദായിലെ ഗവർണറും സമീപ പ്രദേശങ്ങളിലെ ഭരണാധികാരികളും യഹൂദ മത നേതാക്കളും ആരെല്ലാമായിരുന്നെന്ന് ലൂക്ക പ്രസ്താവിക്കുന്നുണ്ട്. സുവ്യക്തമായ ചരിത്ര പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ ജനനവും പ്രവർത്തനങ്ങളും സംഭവിച്ചതെന്ന സത്യം ലൂക്ക അടിവരയിട്ട് സ്ഥാപിക്കുന്നു. യേശു ചരിതം ഒരു കെട്ടുകഥയല്ലെന്നും വ്യക്തമായ ദൈവിക പദ്ധതിക്കനുസരിച്ചും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ ദൈവനിവേശിതരായി പറഞ്ഞതനുസരിച്ചും പൂർത്തിയായ ചരിത്ര സംഭവമാണെന്നും ലൂക്കായും മറ്റു സുവിശേഷകരും സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പൗലോസിൻ്റെ ചില ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. അക്കാലയളവിൽ യേശുവിൻ്റെ മരണാനന്തരം 10-20 വർഷത്തിനകം നസറത്തിൽ നിന്നുള്ള യേശു എന്ന വ്യക്തിയെ അനേകായിരങ്ങൾ കർത്താവും ദൈവവുമായി സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു എന്ന സത്യമാണിത് സൂചിപ്പിക്കുക. യഹൂദ ചരിത്രകാരനായ ജോസേഫോസും റോമൻ ചരിത്രകാരനായ ടാസിറ്റസും യേശുവിനെ ചരിത്ര പുരുഷനായി അംഗീകരിച്ചിരുന്നവരാണ്. യേശുവിൻ്റെ ജനനവും ജീവിതവും പഠനങ്ങളും മരണവും പുനരുത്ഥാനവും കൃത്യമായ ദൈവിക പദ്ധതിക്കനുസരിച്ചായിരുന്നുവെന്ന് സുവിശേഷകർക്ക് ബോധ്യമുണ്ടായിരുന്നു. ക്രിസ്തു ശിഷ്യർ പ്രസംഗിച്ച് പങ്കുവച്ചത് തങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടുനോക്കിയതുമായ സത്യത്തെ ആയിരുന്നു. യേശു അവർക്കൊരു മിത്ത് ആയിരുന്നില്ല. ഒരു മിത്തിന് വേണ്ടി സർവ്വതും പരിത്യജിച്ച് സഹിക്കാനും മരിക്കാനും അവർ തയ്യാറാകുമായിരുന്നില്ലല്ലോ. ക്രിസ്മസ് ആരോ പറഞ്ഞ് കെട്ടുകഥയല്ല, യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പങ്കുവച്ചു തന്ന ജീവിതാനുഭവമാണ്. അത് സത്യവും വസ്തുനിഷ്ഠവുമാണെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യമാണ് ആ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മരിക്കാൻ പോലും അവർ ശക്തരാക്കിയത്. ആ സത്യമാണ് കോടിക്കണക്കിന് ജനങ്ങളെ യേശുവിന് വേണ്ടി ജീവിക്കാനും സഹിക്കാനും മരിക്കാനും ഇന്നും ശക്തരാക്കുന്നത്.